ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണ്. നമ്മുടെ പേളി മാണി അവരുടെ യൂട്യൂബ് ചാനൽ റീസെൻ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണിച്ച ഒരു ഫിഷ് കറി, അവർ ഫിഷ് കറി റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കിയിട്ട് ഞാൻ ആ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റേതായ ഒരു മനോധർമ്മം അനുസരിച്ചാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ അടച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയാണിത്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുപോലെ വെളുത്തുള്ളി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് അതിൽ കണ്ടത് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. കറക്റ്റ് അളവുകളൊന്നും ആയിരിക്കില്ല. അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 4 ഒക്കെ ഒഴിച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ്, വെജിറ്റബിൾസ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ചുവന്നുള്ളി അരിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കറിവേപ്പില, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അല്ല, നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ മൊത്തത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് കുറച്ചധികം ടൈം ആവശ്യമായിട്ടുള്ളത്. കുറച്ചധികം സമയം തന്നെ വഴറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആയി വരണം. ചെറുതായിട്ട് വാടി വന്നാലൊന്നും പോരാ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമൊന്നും കൊടുക്കാൻ പറ്റില്ല, എന്നാൽ ലോ ഫ്ലെയിം പോരാതാനും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ശരിക്കും ഈ കറിയുടെ ഒരു ഹൈലൈറ്റ്. കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതും അതാണ്. നല്ല കിഡിലും ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എണ്ണ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ലോ ഫ്ലെയിം ആക്കി വെക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്, ഈ സമയത്ത് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ. പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി മാക്സിമം ചെറുതായിട്ട് അരിയായിരിക്കും നല്ലത്. എൻ്റെതിപ്പോൾ കുറച്ച് വലുതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് വെന്ത് വരാനൊക്കെ നല്ലത് അങ്ങനെയാണ്. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിയിലേക്ക് എന്തായാലും ഉപ്പ് വേണം. മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വീണ്ടും ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ചു വെച്ചാലും തക്കാളി വേഗം റെഡിയാവും. ഇനി നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ കറി അങ്ങ് വല്ലാതെ തിക്നെസ് കുറഞ്ഞു പോവും. പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണുള്ളത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ ഒരൊറ്റ പാലേ എടുത്തിട്ടുള്ളൂ. ഒരു മുറി തേങ്ങ
മിക്സിയിലൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അത് ആദ്യത്തെ ആ പാല് മാത്രമേ എടുത്തുള്ളൂ. രണ്ടാം പാലും മൂന്നാം പാലൊന്നും എടുത്തില്ല. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതിലിപ്പോൾ നേരത്തെ പുളി ഒഴിച്ചത് കൊണ്ടുള്ളൊരു ഇത് ലൂസായിട്ട് തോന്നുന്നത് നേരത്തെ നമ്മൾ പുളി ഒഴിച്ചത് കൊണ്ടാണ്. ഇനി നന്നായിട്ട് തിളച്ച് വന്നു. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണില്ല കേട്ടോ. അതുകൊണ്ട് അതൊരു പ്രശ്നമാക്കണ്ട. നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചതൊരു പ്രശ്നമാക്കണ്ട. അത് ഫിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ ഫിഷാണ് എടുത്തിരുന്നത്. ഈ സമയത്ത് ഗ്രേവിയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റുള്ളൂ കറക്റ്റ് ആണോ എന്ന്. കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാനൊരു ലേശം കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ച് വെച്ചു. ഇത് തുറക്കുമ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊരു 5 മിനിറ്റ് വയ്ക്കുക. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ടോ ഒന്നും ഇളക്കി കൊടുക്കാനൊന്നും പറ്റില്ല, മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കൊന്ന് ആവട്ടെ, കഷ്ണങ്ങളെല്ലാം ഒന്ന് എല്ലായിടത്തേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കി അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി തുറന്ന് നോക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. കിഡിലൻ കറിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്